72ാമത് നെഹ്റു ട്രോഫി ജലമേളയുടെ ആവേശത്തിലാണ് പുന്നമടയും പരിസരവും. ജലമേള മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. 22 ചുണ്ടൻ വള്ളങ്ങളടക്കം 71 വള്ളങ്ങൾ മത്സരത്തിലുണ്ട്. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ, സുധീഷ് ഗോപാൽ, എം മനോജ്, പവലീനിൽ നിന്ന് മിഥുൻ അയ്യപ്പൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം എം മനോജിലേക്കാണ് പോകുന്നത്. മനോജ്, മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ എങ്ങനെയാണ് മത്സരങ്ങൾ? എന്താണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? നീലിമ, ഇപ്പോൾ ചുണ്ടൻ വള്ളങ്ങളുടെ മാസ് ഡ്രില്ലാണ് നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും വളരെയേറെ സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ച. 22 ചുണ്ടൻ വള്ളങ്ങൾ അണിനിരക്കുന്ന ഈ മത്സരത്തിൽ ഈ ചുണ്ടൻ വള്ളങ്ങളുടെ എല്ലാം ഒരു മാസ് ഡ്രിൽ. ഓരോ വള്ളങ്ങളെയായും തുഴക്കാരെയും പരിചയപ്പെടുത്തുകയാണ് ഇവിടെ കാണികൾക്ക് മുൻപിലായി. വിയപുരം ചുണ്ടനെയും അതോടൊപ്പം തന്നെ തലവടി ചുണ്ടനെയും, അങ്ങനെ ഓരോ വള്ളങ്ങളും 22 വള്ളങ്ങളുടെ പേരെടുത്തു പറഞ്ഞ് അവരെ നയിക്കുന്ന ക്ലബ്ബുകളെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഈ ഒരു പരിചയപ്പെടുത്തൽ, ഈ ഒരു മാസ് ഡ്രില്ലിലൂടെ നടക്കുന്നത്. എന്തായാലും വളരെയധികം ആവേശത്തോടു കൂടി തന്നെയാണ് ഓരോ ഹീറ്റ്സിലേക്കും വള്ളങ്ങൾ ഇറങ്ങുക. രാവിലെ മുതൽ 11 മണി മുതലാണ് ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സുകൾ ആരംഭിച്ചത്. അതിൽ പല വള്ളങ്ങളും അണിനിരന്നു. അങ്ങനെ അവസാന ഘട്ട ഹീറ്റ്സ് കഴിഞ്ഞ ശേഷമാണ് പിന്നീട് ഉദ്ഘാടനം നടന്നത്. ഉദ്ഘാടനത്തിന് മുമ്പ് ചെറിയൊരു ഇടവേള ഉണ്ടായിരുന്നു. ഇനി ഉദ്ഘാടനം കഴിഞ്ഞ് ആവേശത്തിമിർപ്പിലാണ്. കാരണം ഇനി ചുണ്ടൻ വള്ളങ്ങളാണ് ഈ കായൽപ്പരപ്പിലൂടെ ഓളം തല്ലിയെത്താൻ പോകുന്നത്. ഓളം തല്ലിയെത്തുക മാത്രമല്ല, ഈ ജലനിരപ്പിനെയൊക്കെ വെട്ടിക്കീറിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു കാഴ്ച തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അത് ചുണ്ടൻ വള്ളങ്ങളുടെ പ്രത്യേകത അങ്ങനെ തന്നെയാണ്. വളരെയധികം വേഗതയുള്ള ചുണ്ടൻ വള്ളങ്ങൾ. അതിൽ ഇത്തവണ ജലരാജാവ് ആരാണെന്നുള്ള ചോദ്യം തന്നെയാണ് രാവിലെ മുതൽ ഉയരുന്നത്. അങ്ങനെ മാസ്റ്ററിൽ നടക്കുന്നു. ആ മാസ്റ്ററിൽ കാണുവാൻ കാണികൾ അങ്ങനെ എണീറ്റ് നിന്നും അങ്ങനെ കസേരകൾക്ക് മുകളിൽ കയറി നിന്നുമൊക്കെ ആവേശഭരിതരമായി തന്നെ ഈ ഒരു മാസ്റ്ററിൽ കാണുകയാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മാസ്റ്ററിൽ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ദൃശ്യങ്ങളല്ലേ ഇപ്പോൾ തത്സമയം നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത്? തീർച്ചയായും ഇപ്പോൾ ആഭ്യന്തരമന്ത്രി ഈ മാസ്റ്ററിൽ ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ ബഹുമാന സൂചകമായി ഓരോ വള്ളക്കാരും, അങ്ങനെ തുഴയെറിയുന്ന ഓരോ വള്ളക്കാരും അവരൊക്കെ കൈ ഉയർത്തി അങ്ങനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മാസ്റ്ററിൻ്റെ ഭാഗമാവുകയാണ്. എന്തായാലും ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെയാണ് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം ആരംഭിക്കുന്നത്. ഓരോ വള്ളങ്ങളും തുഴക്കാരും അങ്ങനെ ആവേശഭരിതരായി നിൽക്കുകയാണ്. കാണികളും അതുപോലെ തന്നെയാണ്. ആദ്യ ഹീറ്റ്സിൽ പങ്കെടുക്കുന്നത് തലവടി ചുണ്ടനും കരുവാറ്റ ശ്രീവിനായകനും ആയാപ്പറപ്പ് പാണ്ടിയും വിയപുരവുമാണ്. വിയപുരം കഴിഞ്ഞ തവണ ജേതാവായിരുന്നു. ഇത്തവണ ഒന്ന് ലൈനിൽ തുടരുക. ഇപ്പോൾ അവിടുത്തെ ആവേശം അതേപടി നമുക്കൊന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ആ തത്സമയ ദൃശ്യങ്ങൾ കണ്ടുവരാം. ഒരു പ്രാവശ്യം കൂടെ വളരെ ഭംഗിയായിട്ട് 4ാമത്തെ വിസിലിന് മുഴുവൻ തുഴയും ഒരുപോലെ വെക്കണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വളരെ സ്റ്റാർട്ടിംഗ് പോയിന്റ് പോട്ടെ, വളരെ സ്റ്റാർട്ടിംഗ് പോയിന്റ് പോട്ടെ, എല്ലാ വള്ളങ്ങളും സ്റ്റാർട്ടിംഗ് പോയിന്റ് പോട്ടെ. എല്ലാ വള്ളങ്ങളും
മനോജ്, ഈ നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ വിവിധ വിഭാഗങ്ങളിലായി 71 വള്ളങ്ങളാണ് അണിനിരക്കുന്നത്. രാവിലെ തന്നെ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം പൂർത്തിയായിരുന്നു. ഇനി എങ്ങനെയാണ് മത്സരങ്ങൾക്കുള്ള സമയക്രമം? ഇപ്പോൾ ഉദ്ഘാടന സമ്മേളനം പൂർണ്ണമായും അവസാനിച്ചു. നിലിമ, ഉദ്ഘാടന സമ്മേളനം അവസാനിച്ചു കഴിഞ്ഞു. വള്ളങ്ങളൊക്കെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തിരിച്ചിരിക്കുകയാണ്. ആദ്യം ഇനി ചുണ്ടൻ വള്ളങ്ങളുടെ ഒന്നാമത്തെ ഹീറ്റ്സ് മത്സരമാണ് നടക്കുക. അങ്ങനെ ഓരോ ഹീറ്റ്സുകളായി പുരോഗമിക്കും. രാവിലെ തന്നെ ചെറുവള്ളങ്ങളുടെ മത്സരങ്ങളെല്ലാം പൂർത്തിയായി. അതിൽ ഇരുട്ടുകുത്തി സി ഗ്രേഡ്, ഇരുട്ടുകുത്തി ബി ഗ്രേഡ്, വെപ്പ് വെള്ളം, അതായത് വെപ്പ് എ ഗ്രേഡ് വെള്ളം എന്നിവയുടെയെല്ലാം ഹിറ്റ്സുകൾ കഴിഞ്ഞിരുന്നു. ഇനി എന്തായാലും അത് ഫൈനലിലേക്ക് കടക്കണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ അണിനിരക്കുന്നത് ചുണ്ടൻ വള്ളങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വള്ളങ്ങളാണ്. തലവടി ചുണ്ടനും കരുവാറ്റ ശ്രീവിനായകനും ആയാപ്പറമ്പ് പാണ്ടിയും ബിയപുരവുമാണ് ആദ്യത്തെ ഹീറ്റ്സിൽ അണിനിരക്കുക. അങ്ങനെ പോരാട്ട വീര്യവുമായി അവരിതാ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇത്തവണ തലവടി ചുണ്ടനെ നയിക്കുന്നത് വില്ലേജ് ബോട്ട് ക്ലബ്ബാണ്. കരുവാറ്റ ശ്രീവിനായകനെ KTBC ഫാൻസ് ക്ലബ്ബും കുമരകം ആയാപ്പറമ്പ് പാണ്ടിയെ IBRA കൊച്ചിനും വിയ്യപുരത്തെ UBC കൈനഗിരി FCയുമാണ് നയിക്കുന്നത്. അവരാണ് തുഴയെറിയുന്നത്. എന്തായാലും തുഴയെറിയേണ്ട ആവേശം രാവിലെ മുതൽ നമ്മൾ കണ്ടതാണ്. ഓരോരുത്തരും ഇത്രയും നാൾ പരിശീലനം ചെയ്തതിൻ്റെ അവസാന നിമിഷത്തിലേക്ക് കടക്കുകയാണ്. അതായത് അവർ കാത്തിരുന്ന സമയം എത്തിയിരിക്കുകയാണ്. ഇത്തവണ കപ്പടിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവേശഭരിതമായിട്ടുള്ള കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെ മെയ് വഴക്കത്തോടു കൂടി തുഴയെറിയുന്ന ആ ഒരു ചന്തം കാണുവാൻ വേണ്ടി അല്പസമയത്തിനകം നമുക്ക് സാധിക്കും. കാരണം ചുണ്ടൻ വെള്ളം അങ്ങനെ തുഴയെറിഞ്ഞ് ഈ കാൽപ്പരപ്പിലൂടെ വരുമ്പോൾ ആവേശഭരിതരായി ഇവിടെ നിൽക്കുന്ന ഓരോ കാണികളും അങ്ങനെ ശബ്ദമുയർത്തും. ആ ശബ്ദമുയർത്തുമ്പോൾ കൂടുതൽ ആവേശത്തിലാകും തുഴക്കാർ. അതോടുകൂടി തന്നെ ഒന്നാം നമ്പറായി വരാൻ, അതായത് ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ആദ്യം കുതിച്ചെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം, ആ പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ട്രാക്കെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം ആദ്യ ട്രാക്കിലേക്ക് അണിനിരക്കുന്നത് തലവടി ചുണ്ടനാണ്. രണ്ടാമത്തെ ട്രാക്കിൽ കരുവാറ്റ ശ്രീവിനായകനും, മൂന്നാം ട്രാക്കിലായി ആയാപ്പറമ്പ് പാണ്ടിയും, നാലാം ട്രാക്കിലായി വിയ്യപുരവും അണിനിരക്കും. അങ്ങനെ 4 ട്രാക്കിലായി 4 ചുണ്ടൻ വെള്ളങ്ങളും ആദ്യ ഹീറ്റ്സിലേക്ക് ഇങ്ങോട്ടേക്ക് പാഞ്ഞെത്തും. അതായത് ഞാൻ നിൽക്കുന്നത് നെഹ്റു പവലിയനിലാണ്. ഈ പവലിയനിന് മുന്നിലൂടെയാണ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് 4 വള്ളങ്ങളും തുഴഞ്ഞുകൊണ്ട് പോകുന്നത്. അങ്ങനെ തുഴയെറിഞ്ഞ് പോകുന്ന സമയത്ത് അതിലുള്ള അമരക്കാരുണ്ട്, പാട്ടുപാടുന്ന താളക്കാരുണ്ട്, അതോടൊപ്പം തന്നെ തുഴച്ചിൽ വിദഗ്ധരായിട്ടുള്ള ആളുകൾ. അതായത് ഇത്തവണ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ പരിശീലനമൊക്കെ നൽകി മുതിർന്നവർ ഉപദേശിച്ച് നൽകിയ കുറേയധികം കാര്യങ്ങളുണ്ട്. അതായത് കഴിഞ്ഞ തവണ കപ്പ് നഷ്ടപ്പെട്ട പലരുമുണ്ട്. എന്തായാലും UBC കൈനഗിരിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ FC ഫാൻസ് ക്ലബ്ബാണ് ഇത്തവണ തുഴയെറിയുന്നത്. അത് വിയ്യപുരത്തിലാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ സംഭവിച്ചത് ഇത്തവണ സംഭവിക്കരുത്. അതുകൊണ്ട് വളരെയധികം ശക്തമായി തന്നെ ഈ പോരാട്ടത്തെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ്. അതായത് ഈ ജലത്തിലുള്ള, അതായത് ഈ കായലിലുള്ള ഒരു പോരാട്ടം എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ കാണുമ്പോൾ ചന്തമേറെയാണെങ്കിലും പക്ഷേ ആ പോരാട്ടത്തിൻ്റെ ഭാഗമാകുമ്പോഴാണ്, അല്ലെങ്കിൽ ആ തുഴ എറിയുമ്പോഴാണ് ശരീരവും മനസ്സുമൊക്കെ ഒന്നാകണം. കാരണം അത്രയധികം പരിശീലനം ലഭിച്ചാൽ മാത്രമേ തുഴയെറിഞ്ഞുകൊണ്ട് അവർക്കൊപ്പം, അതായത് 82 പേർ അണിനിരക്കുന്ന ആ ഒരു വള്ളത്തിൽ, ഒരു ചുണ്ടൻ വെള്ളത്തിൽ ഒരു 82 പേർക്ക് ഇരിക്കാവുന്ന ഒരു സംവിധാനമുണ്ട്. അത്രയും പേരിയ്ക്കുമ്പോൾ അവരുടെ മനസ്സും ശരീരവും എല്ലാം ഒന്നായി തന്നെ മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. കാരണം അവർക്കൊരൊറ്റ ലക്ഷ്യമേ പാടുള്ളൂ, വിജയമാണ് അവരുടെ ലക്ഷ്യം. ആ വിജയത്തിലേക്കുള്ള അത്രയധികം ശാരീരിക ക്ഷമതയൊക്കെ അവർ ഇത്രയും നാളാണ് കാത്തിരുന്ന് അത് പരിശീലനം നൽകി ശരിയായി എടുത്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഈ വള്ളം തുഴയുന്ന സമയത്ത് അത് തന്നെയാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടി പ്രാർത്ഥനയോടുകൂടിയാണ് അവർ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകുന്നത്. അതേ ആവേശം എല്ലാ ക്ലബ്ബുകളിലും എല്ലാ കരക്കാർക്കും ഉണ്ട് എന്നുള്ളതാണ്. അവർക്കൊക്കെ ആവേശം പകരുവാൻ വേണ്ടി കരകളിലെ ആളുകൾ കാണികളായി എത്തിയിട്ടുണ്ട്. അവരങ്ങനെ പേര് പറഞ്ഞുറക്കെ വിളിച്ച്, അതായത് ലീഡിംഗ് ക്യാപ്റ്റൻ ആരാണോ, അല്ലെങ്കിൽ ആ ക്യാപ്റ്റൻ, ഒരു വള്ളത്തെ നയിക്കുന്ന ക്യാപ്റ്റൻ ആരാണോ, ആ ക്ലബിനെ നയിക്കുന്ന ക്യാപ്റ്റൻ്റെ പേരെടുത്തു പറഞ്ഞ് ആവേശം നൽകുവാൻ വേണ്ടി അവരുടെ കരക്കാരെത്തിയിട്ടുണ്ട്. ആ കരക്കാരുടെ ശബ്ദം കേൾക്കുമ്പോൾ തങ്ങൾക്ക് വേണ്ടിയാണ് ആ ശബ്ദം ഉയരുന്നതെന്ന് മനസ്സിലാക്കി, തങ്ങളുടെ കരക്കാരാണെന്ന് മനസ്സിലാക്കി തുഴയുടെ വേഗത കൂട്ടുന്ന ടീമുകളാണ്. എന്തായാലും ഇത്തവണ ആ തുഴയെറിയുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. കഴിഞ്ഞ തവണ വിയ്യപുരം മുന്നിലേക്കെത്തുമ്പോൾ ഉറച്ചു വിളിച്ച ഒരുപാട് പേരുണ്ട്. കാരണം അവരുടെ കാത്തിരിപ്പിനൊടുവിൽ വിയ്യപുരം ഫിനിഷിംഗ് പോയിന്റിലേക്ക് ആദ്യം എത്തുന്നു. അങ്ങനെ കപ്പടിച്ച സന്തോഷത്തിൽ ഇവിടെ മുഴുവൻ ആവേശഭരിതമായി മാറിയ ഒരു കാഴ്ച. ഇത്തവണ ആര് കപ്പടിക്കുമെന്നുള്ള ഒരു ചർച്ച തന്നെയാണ് പുരോഗമിക്കുന്നത്.